നമസ്കാരം മാഷേ. നമസ്കാരം. മാഷേ, തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാന്റെ നേതൃത്വത്തിൽ ഇസ്താംബൂളിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി നടന്നു. ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഈജിപ്ത്, ഇന്തോനേഷ്യ, ജോർദാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE ഇത്രയും രാജ്യങ്ങൾ ചേർന്നിട്ടാണ്. ഇറാനൊന്നും അതിനകത്ത് വരുന്നില്ല. അതെ, ശത്രു രാജ്യമായിട്ട് ഷിയാക്കളായതുകൊണ്ടായിരിക്കും വരാത്തത്. അപ്പോൾ ഇവരെല്ലാം കൂടെ കൂടിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നവംബർ 3-ാം തീയതിയാണ്, ഈ കഴിഞ്ഞ നവംബർ 3-ാം തീയതിയാണ് ഗാസയിലെ വെടിനിർത്തൽ കരാറിൻ്റെ ഘട്ടങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് അവർ ഒരുമിച്ച് ചേർന്നത്. അപ്പം വിദേശകാര്യ മന്ത്രിമാരായിരുന്നു ആ പ്രമുഖ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ വന്നത്. പക്ഷേ അവിടെ നിന്ന് വെടിനിർത്തൽ കരാർ പാലിക്കുന്നതിൻ്റെ പ്രതിസന്ധികൾ, ഗാസയുടെ ഭാവിയിലെ ഭരണനിർവഹണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആശങ്കകളൊക്കെയാണ് അവർ പരസ്പരം ചർച്ചാ വിഷയമായത്. എങ്കിലും ഈ ഒരു കൂടിയാലോചന യോഗത്തെ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നോക്കിക്കാണുന്നത് ഒരു ഇസ്ലാമിക് നാറ്റോയുടെ സഖ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ എർദോഗാന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിന്ത മാഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നേരത്തെ തന്നെ ഇത്തരം ഒരു ചർച്ച ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് ഖത്തറിൻ്റെ മേൽ ബോംബ് വീണ സമയത്താണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് കോസ് ആയിരുന്നു ശരിക്കും. കാരണം നമ്മൾക്ക് സുരക്ഷിതത്വം നൽകും എന്ന് കരുതപ്പെട്ടിരിക്കുന്ന കൈകളാൽ തന്നെ നമ്മളെ അടിക്കുന്നു. അതുകൊണ്ട് അമേരിക്ക വിശ്വസിച്ച് അമേരിക്കയുടെ പിന്നാലെ നമ്മുടെ സുരക്ഷിതത്വം കൊണ്ടേ കൊടുക്കേണ്ടതില്ല എന്നൊരു ഫീൽ അവർക്കുണ്ടായത് ആ സമയത്താണ് എന്നാണ് മനസ്സിലായത്. അപ്പോൾ അവരെല്ലാവരും കൂടി അവരുടെ അടുത്ത് ധാരാളം പണമുണ്ട്, എണ്ണയുടെ പണം അവരുടെ കയ്യിലുണ്ട്. എന്തിനാണ് നമ്മൾ പിന്നെ നമുക്കൊരു ആയുധശക്തിയായിട്ട് മാറിക്കൂടാ? കാരണം പണം കൊടുത്തേ ആയുധം കിട്ടും. അതിന് ആവശ്യമായിട്ടുള്ള പരിശീലനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്തുകൊണ്ട് ഒരു ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്ന സൈന്യ സഖ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടാ എന്ന് അവരിൽ ചില ആളുകളെങ്കിലും ഒച്ചയിൽ സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് പിന്നീട് ചെറിയ വാർത്തകളൊക്കെ ആയിട്ട് പലയിടങ്ങളിലും ഇപ്പോൾ അവരൊരു ആ ഉച്ചകോടി, ഇസ്ലാമിക് ഉച്ചകോടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇസ്താംബൂളിൽ നടന്ന ഈ സമ്മേളനത്തെ വിശേഷിപ്പിക്കാം. ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് ഓരോ രാഷ്ട്രത്തിന്റെയും വിദേശകാര്യ മന്ത്രിമാരാണ് പ്രധാനമായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. എർദോഗൻ അതിനൊക്കെ ഒരു അതിന്റെ ഒരു കോർഡിനേഷൻ, അതിന്റെ ഒരു തലവട്ടപ്പനായിട്ട് ഒരു മുഖ്യ കക്ഷിയായിട്ട് മാറി. കാരണം അത് തൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ തൻ്റെ കാർമ്മികത്വത്തിൽ അത്തരത്തിലുള്ളൊരു പദ്ധതി ഉണ്ടാവട്ടെ. കാരണം വളരെ ബോൾഡായ അല്ലെങ്കിൽ വളരെ നമുക്ക് പറയാവുന്ന സ്റ്റബേൺ ആയിട്ടുള്ള ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു ക്യാരക്ടറാണ് എർദോഗൻ്റെ. എർദോഗൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ ടർക്കി എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളുടെ സ്വഭാവം, പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് അവർക്കുള്ള സ്വഭാവം എന്ന് പറയുന്നത് കടുത്ത പ്രതിഷേധത്തിന്റെ. എൻ്റെ മകൻ മാൾട്ടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇന്ത്യൻ വിമാനത്തിലാണ് വരുന്നത്. ആ സർവീസിനിടയ്ക്ക് മാൾട്ട ഈസ്താംബൂളിലെ എയർപോർട്ടിൽ വെച്ചിട്ട് ലേ ഓവർ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ എന്തോ ടെക്നിക്കൽ പ്രോബ്ലം കാരണം ഒരുപാട് സമയം, ഒരു രാത്രി മുഴുവൻ അവിടെ കഴിയേണ്ടി വന്നു. ആ കഴിയേണ്ടി വന്നപ്പം ഈ ഇന്ത്യക്കാരോട് അവിടെയുള്ള ഈ എയർപോർട്ടിലെ ജീവനക്കാർ കാണിച്ച ഒരു സമീപനം അവൻ വളരെ മോശമായിട്ട് എന്നോട് പറഞ്ഞു. വളരെ വിഷമത്തോടു കൂടി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാം. കാരണം വെച്ചാൽ അവനെങ്ങനെയാണ് കടുത്ത ശത്രുത നമ്മൾ കാണിക്കണം, അവൻ്റെ നോട്ടത്തിലും അതേപോലെ തന്നെ മറ്റ് പെരുമാറ്റങ്ങളിലും ഒക്കെ തന്നെ പ്രകടമാണ്. പാകിസ്ഥാനികൾക്ക് നമുക്ക് അങ്ങനെയില്ല. പക്ഷെ നമ്മളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് പാകിസ്ഥാനി ഭയങ്കര ഇങ്ങനെയാണ്. സാധാരണ UAE-ലൊക്കെ വർക്ക് ചെയ്യുന്ന, മിഡിൽ ഈസ്റ്റൊക്കെ വർക്ക് ചെയ്യുന്ന പാകിസ്ഥാനി പാവങ്ങളായിട്ടുള്ള ആൾക്കാർ, സാധാരണ രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഉണ്ടായിരിക്കാം, ഒരു വിഭാഗം ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിരിക്കാം. സ്പർദ്ധ വളർത്തേണ്ട ആവശ്യവുമുണ്ട്. യുദ്ധം ഉണ്ടാക്കിയാലല്ലേ സമാധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. രണ്ടും വിൽക്കും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പം പറഞ്ഞു വന്നത് ഈ ഇവരുടെ ഒരു സമീപനത്തെ കുറിച്ച്. അവര് കടുത്ത സമീപനമാണ് എല്ലാവരോടും പുലർത്തുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് മൈൻഡായിട്ട് അവർ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യും. അത് വെച്ചിട്ട് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ ഇടപെടാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കൂടിയൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ ഈ ടർക്കി അവരുടെ ആയുധ സന്നാഹങ്ങളുമായി എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അന്ന് അതൊക്കെ വലിയ ചർച്ചയുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക് കൂട്ടായ്മ ഒരു നാറ്റോ സഖ്യത്തെ പോലെയുള്ള സമാന്തരമായ ഒരു സൈന്യ ശക്തിയാക്കി മാറ്റുന്നതിനെ കുറിച്ചുള്ള ചിന്തയുണ്ട്. അതിനുവേണ്ടി ഉള്ള ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഗാസയുടെ പേരിൽ നിർവഹിക്കപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
രണ്ട് കാര്യം നടക്കും. അതെ, ഗാസയുടെ വിഷയം ചർച്ച ചെയ്യാം. ഗാസയിലെ വെടിനിർത്തലും അവിടെ ഈ പറയുന്ന നയപരമായ രൂപീകരണം, അവിടുത്തെ ഭരണപരമായ ഇടപെടൽ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ ഒരുമിച്ച് വരുന്നതിനെ കുറിച്ചുള്ള ഒരു എന്താണ്, അതാണ് അതിന്റെ ഒരു അണ്ടർ കറൻസ് എന്റെ അടിയൊഴുക്ക് എന്താണ്, ഇതാകാം എന്നല്ല എനിക്ക് തോന്നുന്നു, അത് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഈ സംഭാഷണങ്ങളിൽ നിന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉള്ള ഒരു ഉദ്ദേശവും അവർക്കുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഗാസയിൽ അവർ മുന്നോട്ട് വെക്കുന്ന പ്രശ്നം എന്താണ്, ഗാസയുടെ പരിപാലനവും അതേപോലെ തന്നെ മുന്നോട്ട് പോക്കും അതിന്റെ ഭാവിയും ഒക്കെ നിർണയിക്കുന്നതിലും നിശ്ചയിക്കുന്നതിലും പലസ്തീൻ ജനതയ്ക്ക് പങ്കാളിത്തം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ അവിടെ പാടില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഗാസയിൽ നിന്ന് വേണമെങ്കിൽ ഹമാസിനെ മാറ്റി നിർത്തുന്നതിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഹമാസ് വേണ്ട. പക്ഷേ ഈ എന്താണ്, ഗാസയുടെ കാര്യങ്ങളെല്ലാം പലസ്തീൻ ജനത തന്നെ തീരുമാനിക്കണം, മറ്റാളുകൾ അതിനകത്ത് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ചെയ്യാൻ പാടില്ല. മാഷ് പറയുന്ന അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ കൂട്ടി വായിക്കേണ്ടത്, ഈ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കേണ്ടതുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വത്തിലായിരിക്കണം അതിന്റെ പുനർനിർമ്മാണം നടക്കുന്നത്, പരിപൂർണമായിട്ട് അതായിരിക്കണം ആവശ്യപ്പെടുന്നത്. നാളെ നിങ്ങൾ ഗാസയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് എന്താണ്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തന്നെ പുനർനിർമ്മിച്ചതാണെന്ന് പറയണം എന്നൊരു വാശിയുടെ അതിനകത്തുണ്ടെന്നാണ്. ഇസ്രായേൽ എതിർപ്പ് നേരത്തെ തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. തുർക്കിയുടെ ഇടപെടൽ പറ്റില്ലെന്നും ആ സൈന്യത്തിൽ നിന്നും ആ ഇടപെടലിൽ നിന്നും തുർക്കിയെ മാറ്റി നിർത്തണമെന്നും, അതായത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥിരത സൃഷ്ടിക്കുന്ന ഒരു സൈന്യം രൂപപ്പെടുത്തുമ്പോൾ അതിൽ ടർക്കി ഉണ്ടാവരുത് എന്ന് ഇസ്രായേൽ കട്ടായം പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഈ ഹമാസിന്റെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട്, പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, എർദോഗാൻ പറയുന്നുണ്ട്, വെടിനിർത്തൽ പാലിക്കുന്നതിൽ ഹമാസ് പ്രതിജ്ഞാബദ്ധരാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ കരാർ ലംഘിച്ച് ആക്രമണം പുനരാരംഭിക്കാൻ ഇസ്രായേൽ മുൻകരുതലുകൾ തേടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ പഴുതു നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ആ കരാർ നടപ്പാക്കുമ്പോൾ ഏകപക്ഷീയമാണെന്ന് ഇപ്പോൾ പറയാം. ഇസ്രായേലിൽ പ്രതിനിധികൾ ആരും ഉണ്ടായിരുന്നില്ല. ആ കരാറ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള ഈ രാജ്യങ്ങൾ മാത്രം കരാറായിരുന്നു. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ്, നിയമപരമായിട്ട് തടസ്സങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇസ്ലാമിക് നാറ്റോ എന്ന അഭ്യൂഹങ്ങൾ, ഈ അറബ് രാജ്യങ്ങൾ അസംതൃപ്തരാണ് ഈ വിഷയത്തിൽ എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ ഒരു സഖ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സംയുക്ത പ്രതിരോധ കവചം എന്നാണ് ഈ വാർത്താക്കുറിപ്പിന്റെ അടിവരയിടുന്നത്. അപ്പം മാഷ് നേരത്തെ പറഞ്ഞ പോലെ നാറ്റോയുടെ സഖ്യം പോലെ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറാഖ്, ഇവരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇറാഖ് ഇന്നെ തല്ലിപ്പൊളിച്ച് അമേരിക്ക കളഞ്ഞു. ഇവരുടെ ഒരു വലിയ സൈനിക ശക്തി തന്നെയായിരുന്നു ഇറാഖ് എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെ സദ്ദാം ഹുസൈനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് അവർക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. സദ്ദാം ഹുസൈൻ്റെ കയ്യിലിരിപ്പും അതേപോലെ തന്നെ ഇടപെടലും ഒക്കെ അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളായിരിക്കും. ഉദാഹരണത്തിന് എന്താണ്, കുവൈറ്റിനെ കയറി സദ്ദാം ഹുസൈനെ അടിക്കുന്ന ഒരു സ്ഥിതി വന്നതാണല്ലോ പ്രശ്നം. ശരിക്കും പ്രശ്നം അവിടെ ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എന്താണ്, ഹമാസ് കയറി ഇസ്രായേലിനെ അടിച്ച പോലെ സംഭവമാണ് ഇറാഖിന്റെ ഇല്ലായ്മയൊക്കെ കാരണമായി തീർന്നത്. അവർ കയറി കുവൈറ്റിനെ അടിച്ചു. അത് എൻ്റെ ആ ഒറ്റ പ്രിട്ടക്സ്റ്റിലെ അമേരിക്ക കയറി ഇറാഖിനെ തീർത്ത് കളഞ്ഞു. ഇറാഖ് ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ്, ഇസ്ലാമിക ലോകത്തിന്റെ ഒരു സൈനിക ശക്തിയായിരുന്നു. അടുത്തൊരു ശക്തിയാണ് ഇറാൻ. ഈ ചിത്രത്തിലില്ല. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞു വെക്കുന്ന ഒരു ശക്തിയാണെന്ന് എനിക്കറിയില്ലേ. അവരൊരു ആണവ ശക്തിയാണെന്നുള്ളത് മാത്രമാണ് അവർക്കൊരു ഡോമിനൻസ് നൽകുന്നത്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് അവർക്ക് ഇറാൻ്റെയോ അതേപോലെ തന്നെ ഇറാഖിൻ്റെയോ ഒന്നും സംഘടിതമായിട്ടുള്ള ഒരു സ്ട്രക്ചർ അവർക്കില്ല. ഒന്നുമില്ല. അത് പക്ഷെ അവർ എപ്പോഴും ഈ ഉയർന്നു നിൽക്കുന്ന ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേര് എങ്ങനെയോ അവർ ന്യൂക്ലിയർ വെപ്പൺ സ്വന്തമാക്കി എന്നുള്ളതാണ് പ്രശ്നം. ഇറാൻ അവർ ഇത് കൊടുക്കാൻ ശ്രമിക്കുന്നു, സഹായിക്കാൻ ശ്രമിക്കുന്നു. അതെ, അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ മാത്രമാണ് ഇവർക്കൊരു മുൻകൈ യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക ലോകത്ത് തന്നെ ഉള്ളത്. ഇറാനും പക്ഷെ അവർ ഇതിനകത്ത് പെടുത്തിയില്ല. ഇറാൻ ഇപ്പോഴും സംഘടിതമായിട്ടുള്ളൊരു സൈനിക ശക്തിയാണെന്ന് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. എന്നിട്ടും ഇറാനെ അവര് ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇനി വരാൻ പോകുന്ന കാലത്ത് ഒരു സൈന്യ സംവിധാനത്തിന്റെ ഒരു രൂപപ്പെടലായിട്ട് മാറാം. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ സൗദി അറേബ്യയായിട്ടൊരു കരാറുണ്ടാക്കിയിട്ടില്ലേ? അത് ഈ ഇത്തരത്തിലുള്ളൊരു സഖ്യത്തിന്റെ രൂപീകരണത്തിന്റെ ബന്ധപ്പെട്ട് വേണമെന്ന് ചേർത്ത് വായിക്കേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടി പുതിയ പരസ്പരം എല്ലാം കണക്റ്റഡ് ആവും. അപ്പോഴാണ് ഈ പറയുന്ന
ഇസ്ലാമിക നാറ്റോ എന്ന് പറയുന്ന പൂർണ്ണ രൂപത്തിലേക്ക് അത് എത്തുക എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ആരംഭമാണ്, അതിന്റെ തുടക്കമാണ് എന്ന് മാത്രം കണക്കാൻ പറ്റും. അത് പറഞ്ഞതുപോലെ സംയുക്ത പ്രതിരോധ കവചം എന്ന നിലയ്ക്ക് തന്നെ അത് അമേരിക്ക പോലുള്ള ഒരു വലിയ ഈ പറയുന്ന അതിനെന്താ പറയുന്ന ഒരു വൻശക്തി എന്ന് പറഞ്ഞാൽ സാധാരണ വൻശക്തി എന്നൊരു നിരീക്ഷണം ഫ്രാൻസിലെ 24 ന്യൂസ് പറയുകയുണ്ടായി. സാധാരണ വൻശക്തിയായിട്ട് അമേരിക്ക മാറും. ഇത് വളരെ ശക്തമായിട്ടുള്ള ഇന്ത്യ കരുതിയിരിക്കണം, ഇന്ത്യയും കരുതേണ്ടതുണ്ട്. ഇന്ത്യ തീർച്ചയായിട്ടും കരുതിയിരിക്കേണ്ടതാണ്. കാരണം പഴയൊരു ജിയോ പൊളിറ്റിക്സ് അല്ല നമ്മുടെ മുന്നിൽ. ഇതിനകത്ത് ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട കക്ഷികളാണ്. ഏത് സമയത്താണ് അവർ നമുക്കെതിരെ കുതിരകയറാൻ വരുമെന്ന് പറയാം. അതെ അതെ, തിരിയാന്നൊന്നും പറയും. ഇപ്പൊ ഒക്കെ പല തിരിയാണ്, നല്ല ബന്ധങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. ഇന്നൊപ്പം നിൽക്കുന്ന ആളെ നാളെ പെട്ടെന്ന് പൊടുന്നനെയാണ് മാറുന്നത്. എന്തായാലും നാറ്റോ സഖ്യം, ഇസ്ലാമിക് നാറ്റോ സഖ്യം വരികയില്ലോ എന്ന് അറിയില്ല. പക്ഷെ എന്തൊക്കെയോ കൂടിച്ചേരാനുള്ള ശ്രമങ്ങൾ എർദോഗാന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.